കഥയെ ആരംഭിക്കുന്നത് രണ്ട് കൊച്ചുകുട്ടികളിൽ നിന്നുമാണ്. കുട്ടിക്കാലം മുതലേ അവർ സുഹൃത്തുക്കളായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം വളർന്നവർ യുവാക്കളായപ്പോഴും അവരുടെ ആ സൗഹൃദം അവരെ വിട്ടുപോയില്ല. മുറാദ് എന്നും ഡീഗോ എന്നുമായിരുന്നു അവരുടെ പേരുകൾ. അവരെപ്പോഴും റൂൾസ് ഗെയിം എന്ന പേരുള്ള ഒരു ഗെയിം കളിക്കുമായിരുന്നു. അതിലെ റൂളുകളൊക്കെ ഫോളോ ചെയ്യണം എന്നതാണ് അതിന്റെ നിയമം. അവരുടെ ജീവിതം എപ്പോഴും സന്തോഷത്തിലായിരുന്നു. കളിചിരിയും തമാശയുമായി അതങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡിയേഗോ മുറാദിനടുക്കൽ ദേഷ്യപ്പെട്ടു. കാര്യം എന്തെന്നാൽ അവനൊരു റൂള് തെറ്റിച്ചിരുന്നു. അവനൊരു ടീച്ചറിന്റെ മുഖത്ത് കേക്ക് എറിഞ്ഞു. അതായിരുന്നു പ്രശ്നം. അതിന്റെ പേരിൽ അവർ വലിയ വാക്കുതർക്കം പോലും ഉണ്ടായി. എന്തായാലും കോളേജ് കാലം കഴിയാറാകുന്നു. ഗ്രാജുവേഷൻ പാർട്ടിയുടെ ദിവസം എത്തി. വഴക്കുള്ളതുകൊണ്ട് മുറാദിന്റെ ഒപ്പം ആദ്യമേ ഡിയേഗോ പോയിരുന്നില്ല. പക്ഷേ പാർട്ടിയിൽ എത്തിയപ്പോ മുറാദിനെ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം കണ്ടതും ഡിയേഗോക്ക് തീരെ സഹിച്ചില്ല. അവൾക്ക് വല്ലാത്ത അസൂയയും കുശുമ്പും തോന്നി. അവനെ അവൾ വലിച്ച് തന്നോടടുപ്പിച്ചു. മുറാദിനും അവളെ നന്നായിട്ടറിയാമായിരുന്നു. എന്തായാലും പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചു. ഇരുവരും ഒന്നിച്ച് ഡാൻസ് ചെയ്തു. പാർട്ടി നന്നായി തന്നെ എൻജോയ് ചെയ്തു. പാർട്ടിക്കിടയിൽ പൊതുവെ തമാശകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവർ അന്ന് സ്വിമ്മിംഗ് പൂളിലേക്കും ഒന്നിച്ചെടുത്തു ചാടി. മറ്റുള്ളവർ അതിശയത്തോടെ അവരെ നോക്കിക്കണ്ടിരുന്നു. അവരിരുവരുടെയും സ്നേഹം മറ്റുള്ളവർക്ക് അറിയാവുന്നതുമായിരുന്നു. അന്ന് ആ പൂളിൽ വെച്ച് മുറാദ് അവളോട് പറഞ്ഞു, എന്നെ വിട്ടു പോകുന്ന കാര്യം നീ ചിന്തിക്കേ വേണ്ട. ഞാൻ നിന്നെ വിട്ട് കളയാനേ പോകുന്നില്ല. ഇനിയുള്ള ജീവിതം നമ്മൾ ഒന്നിച്ചു ജീവിക്കും. പക്ഷേ ഒരു ദിവസം തീർത്തും അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. ഡിയേഗോ മുറാദിനെ വിളിച്ച് ഒരു റെസ്റ്റോറന്റിലെത്തി. അവിടെ വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. മുറാദിന് ഞെട്ടലായിരുന്നു ഉണ്ടായത്. എന്താണ് ഇവളിതിങ്ങനെ പെട്ടെന്ന് പറയുന്നത് എന്ന് അവൻ ആലോചിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് അമേരിക്കയിലേക്ക് പഠിക്കാൻ പോവാൻ അവസരം കൈവന്നിട്ടുണ്ട്. അതെന്റെ സ്വപ്നമാണ്. മുറാദ് ആദ്യം അതൊരു തമാശയാണ്, പ്രാങ്കാണെന്നൊക്കെയായിരുന്നു കരുതിയത്. മുറാദിനെ അവൾ ആ അഡ്മിഷൻ ലെറ്റർ കാണിക്കുകയും ചെയ്തു. ഷോക്കായിട്ടായിരുന്നു മുറാദ് തന്റെ പ്രാണസഖിയെ നോക്കിയത്. മുമ്പൊന്നും ഇത്തരത്തിലൊരു സ്വപ്നത്തെപ്പറ്റി അവൾ പങ്കുവച്ചിട്ടേയില്ല. ഇതിപ്പോൾ എന്തുപറ്റി എന്നവൻ ചിന്തിച്ചു. എന്തായാലും കുഴപ്പമില്ല, താനും അവളുടെ കൂടെ വരാം അവൻ പറഞ്ഞു. പക്ഷെ അതൊന്നും വേണ്ടെന്നായിരുന്നു അവളുടെ മറുപടി. അവളുടെ വിശദീകരണങ്ങളൊക്കെയും മുറാദ് ക്ഷമയോടെ കേട്ടു. ഒടുവിൽ വേദനയോടെയാണെങ്കിലും ഒരാശയം അവൻ അവൾക്ക് മുമ്പിലേക്ക് വെച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടും. അതുവരെ നമ്മൾ പരസ്പരം കോണ്ടാക്ട് ചെയ്യുകയോ ഒന്നുമില്ല. നിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ. 5 കൊല്ലം കഴിഞ്ഞ് കാണുമ്പോൾ നമ്മളെപ്പോഴും തനിച്ചാണെങ്കിൽ, മറ്റാരും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം. അവളും അതിന് സമ്മതിച്ചു. 5 കൊല്ലങ്ങൾക്കപ്പുറമുള്ള ജൂൺ 6-ാം തീയതി തങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യുന്ന ദിവസമായി അവർ ഫിക്സ് ചെയ്തു. ഭാരമേറിയ മനസ്സോടെയായിരുന്നു ഡീഗോ അവിടെ നിന്ന് പോയത്. ഡിയേഗോക്ക് അങ്ങനെ പോകുമ്പോ അവനോട് താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വല്ലാത്തൊരു ദുഃഖഭാരവും ഉണ്ടായിരുന്നു. നാളുകൾ മുമ്പിലേക്ക് പോവാൻ തുടങ്ങി. ഡിയേഗോ തനിച്ചു ജീവിച്ചു. മറുവശത്ത് മുറാദാകട്ടെ ഒരു സ്യൂഷഫായി മാറി. ആൽബർട്ട് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനൊപ്പമായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഡിയേഗോ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇസ്മിറിലാണ് അവർ താമസിക്കുന്നത്. ഡിയേഗോക്ക് എല്ലാ സപ്പോർട്ടുമായി ആൽബർട്ട് അവളുടെ കൂടെ തന്നെയുണ്ട്. അവളുടെ സെറാമിക് ഷോപ്പിൽ ആൽബർട്ട് അസിസ്റ്റന്റ് ആയിരുന്നു. ഒരു ദിവസം ഡിയേഗോ ടിവിയിൽ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ കണ്ടു. മുറാദാണ് അതിൽ മത്സരിക്കുന്നത്. ടിവിയിൽ മുറാദിനെ കണ്ടതും ഡിയേഗോ അവനെപ്പറ്റി എല്ലാം തന്നെ ഓർമ്മിച്ചു. അന്ന് പിരിഞ്ഞതിൽ പിന്നെ മുറാദിനെ കാണുന്നതും ശബ്ദം കേൾക്കുന്നതുമൊക്കെ ഇപ്പോഴാണ്. എല്ലാം അറിയാവുന്ന ആൽബർട്ട് അവളോട് സംസാരിച്ചു. മുറാദിനെ വിളിക്കാൻ പറഞ്ഞു. പക്ഷേ ഡിയേഗോക്ക് മടിയുണ്ടായിരുന്നു. മുറാദിന്റെ ഇപ്പോഴത്തെ ജീവിതത്തെപ്പറ്റി അവൾക്കൊന്നും അറിയില്ല. അവന്റെ ജീവിതം ഏത് രീതിയിലായി തീർന്നു, അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അവൾക്കൊരു പിടിയുമില്ല. മാത്രമല്ല അവൻ മറ്റൊരു റിലേഷൻഷിപ്പിലായിരിക്കുമോ എന്നൊരു ഭയവും ഡിയേഗോക്കുണ്ടായിരുന്നു. ആൽബർട്ട് ഡിയേഗോയെ ഒരുപാട് കളിപ്പിച്ചെങ്കിലും വിളിക്കാൻ പറഞ്ഞെങ്കിലുമൊന്നും അവൾ തയ്യാറായില്ല. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഒരു ഘട്ടത്തിൽ അവൾ അവനെ വിളിച്ചു. കോളെടുത്ത മുറാദിന് അവളാണ് മറുവശത്തെന്ന് അറിഞ്ഞപ്പോൾ എന്ത് സംസാരിക്കണമെന്നോ മിണ്ടണമെന്നോ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ അവനോട് പറഞ്ഞു, ഞാനിപ്പോ ഇസ്മിറിലാണുള്ളത്. അധികം വൈകാതെ ഇസ്താംബുളിലേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നു. അതിൽ പങ്കെടുക്കാനാ വരുന്നത്. നമുക്ക് മീറ്റ് ചെയ്യാം. ഡിയേഗോ പറഞ്ഞ കാര്യങ്ങൾ അവനും സമ്മതിച്ചു. അങ്ങനെ ഇസ്താംബുളിൽ അവൾ എത്തിയതും അവൾ നേരെ പോയത് മുറാദ് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിലേക്കായിരുന്നു. ഇരുവരും വീണ്ടും കണ്ടുമുട്ടി. അത്രമേൽ സന്തോഷം ഇരുവരിലും കാണാമായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ജീവിതത്തെപ്പറ്റി പിന്നാലെ ഇരുവരും സംസാരിക്കാൻ ആരംഭിച്ചു. സംസാരത്തിനിടയിലാണ് മുറാദ് അത് ശ്രദ്ധിച്ചത്. അവൾ റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുന്നത് അവളുടെ ട്രാവൽ ബാഗുമായിട്ടാണ്. അതായത് അവൾ അവിടെ താമസിക്കുന്ന ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോലും പോയിട്ടില്ല. തന്നെ കാണാൻ റെസ്റ്റോറന്റിലേക്കാണ് ആദ്യം വന്നത്. ഓ, എന്നെ കാണാൻ ഇത്രത്തോളം തിടക്കമുണ്ടായിരുന്നോ എന്ന മട്ടിൽ
മുറാദ് അവളെ ചെറുതായൊന്ന് കളിയാക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് അങ്ങോട്ടേക്ക് എലീസ് എന്ന് പറയുന്ന ഒരു ലേഡി വരുന്നത്. എലീസിനെ മുറാദ് അവൾക്ക് പരിചയപ്പെടുത്തി തന്റെ ഫിയാൻസിയാണെന്ന് പറഞ്ഞു. അത് കേട്ടതും ഡിയേഗോ ഞെട്ടിപ്പോയിരുന്നു. അങ്ങനൊന്ന് ഡിയേഗോ പ്രതീക്ഷിച്ചിരുന്നേയില്ല. പുറമേ കാണിക്കാതെ അത് മറച്ചുപിടിക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. മുറാദ് അങ്ങനെ മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലാകുമെന്നും വിവാഹം വരെ എത്തി നിൽക്കുമെന്നുമൊന്നും അങ്ങോട്ടേക്ക് എത്തുമ്പോ അവൾ വിചാരിച്ചിരുന്നു പോലുമില്ല. എലീസ് പറഞ്ഞു, ഞങ്ങളുടെ വിവാഹം അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ്, 10 ദിവസത്തിനുള്ളിൽ. അത്രയും ദിവസത്തേക്ക് ഡിയേഗോ ഇവിടെ ഉണ്ടല്ലോ, എന്തായാലും വിവാഹത്തിന് വരണം. പിന്നാലെ അവളെയും കയറ്റി അവരൊരു ഡ്രൈവ് പോവാൻ തീരുമാനിച്ചു. ഹോട്ടൽ ലക്ഷ്യമായിട്ടാണ് യാത്ര. പോകുന്ന വഴിക്ക് മുറാദ് തന്റെ ലൈഫിൽ വന്ന ശേഷം തന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളെപ്പറ്റി അവൾ വാചാലയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എലീസ് ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോ ഡിയേഗോക്ക് അത്രക്കങ്ങോട്ടേക്ക് രസിക്കുന്നില്ല. ഒടുവിൽ എലീസ് ഡിയേഗോക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. തന്റെ ഭാഗവും ഒന്ന് ഉയർത്തിപ്പിടിക്കുവാൻ തനിക്ക് ഇസ്മീറിൽ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവന്റെ കൂടെയാണ് താൻ ജീവിക്കുന്നത് എന്നവൾ മറുപടിയും പറഞ്ഞു. അത് കേട്ടതും മുറാദ് പെട്ടെന്ന് വല്ലാതായി. പിന്നാലെയാണ് എലീസ കാര്യം അവളോട് പറയുന്നത്. എന്തിനാ പറഞ്ഞ പോലെ ഹോട്ടലിൽ മുറിയെടുക്കുന്ന, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാലോ, അവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ആദ്യം ഡിയേഗോ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞെതിർത്തു. പക്ഷേ എലീസ് ഒരുപാട് നിർബന്ധിച്ചപ്പോ അവൾക്കതിനെ സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ അവർ ആ വീട്ടിലേക്ക് എത്തി. ഇതാണ് എന്റെ വീടെന്ന് പറഞ്ഞ് മുറാദ് വീട് മുഴുവൻ അവൾക്ക് പരിചയപ്പെടുത്തി. പക്ഷേ എലീസിന് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ മനോഹരമായ അവിടം അവൾക്ക് ഇഷ്ടമായില്ല എന്നത് മുറാദിനെ ഒന്ന് അത്ഭുതപ്പെടുത്തിയിരുന്നു. പിന്നാലെ തന്റെ ഒരു സംശയവും ഡിയേഗോ ഉന്നയിച്ചു. എലീസിനൊരു പക്ഷേ മുറാദിന് മേൽ സംശയമുണ്ടോ? അതുകൊണ്ടാണോ എന്നോട് ഇവിടെ വന്ന് തങ്ങാൻ വേണ്ടി അവൾ പറഞ്ഞത്? നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പോ മറ്റോ ആണോ എന്നവൾ ടെസ്റ്റ് ചെയ്തു നോക്കുവാണോ? പക്ഷേ മുറാദിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. എലീസിനെ വിശ്വസിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം പ്രണയിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് അങ്ങനുണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ അങ്ങനുണ്ടെങ്കിലും അതൊരു പ്രശ്നമല്ലല്ലോ, നമുക്കിടയിലാണെങ്കിൽ ഒന്നും തന്നെയില്ല. അത് കേട്ടതും ഡിയേഗോ ഒന്ന് അപ്സെറ്റ് ആയിരുന്നു. എന്തുകൊണ്ടാ എലീസിനോട് ഇത്ര ഇഷ്ടമായത്, എന്താ കാരണം എന്ന മട്ടിലായിരുന്നു അവളുടെ അടുത്ത ചോദ്യം. മുറാദ് പറഞ്ഞു, എലീസിന് എപ്പോഴും ഞാൻ അവളുടെ കൂടെ തന്നെ വേണം, അവളുടെ ഡ്രീമിലടക്കം സപ്പോർട്ടീവായി അവളുടെ കൂടെ നിൽക്കണം എന്ന് അവള് പറയാറുള്ളത്. 5 കൊല്ലം മുമ്പ് താൻ എന്ത് കാരണം പറഞ്ഞ് മുറാദിനെ ഇട്ടിട്ട് പോയോ അതേ കാരണമാണ് അവനിപ്പോ പറയുന്നത് എന്നവൾക്ക് മനസ്സിലായി. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിടയിൽ സംഭവിച്ചതൊക്കെ കുട്ടിക്കളി പോലെയാ ഇപ്പോ തോന്നുന്നേ, മുറാദ് പറയുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ഡിയേഗോ ആൽബർട്ടിനെ വിളിച്ച് സംസാരിച്ചു. മുറാദിന്റെ എൻഗേജ്മെന്റിനെ പറ്റിയും വിവാഹത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു. അങ്ങനാണെങ്കിൽ അയാളുടെ ലൈഫ് ജീവിക്കട്ടെ, നീ അതൊക്കെ വിട്ടേരെ എന്നായിരുന്നു ആൽബർട്ടിന്റെ മറുപടി. പക്ഷേ ഡിയേഗോ പറഞ്ഞത് ആൽബർട്ടിനെ അതിശയപ്പെടുത്തി. എലീസ് മുറാദിന് ചേർന്നൊരു പെണ്ണല്ല, അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട് എന്നായിരുന്നു അവൾ പറഞ്ഞത്. പിന്നാലെ എന്തുകൊണ്ടാണ് എലീസ് മുറാദിനെ ചേർന്ന പെണ്ണല്ല എന്നതെനിക്ക് തോന്നുന്നത് എന്ന് ആൽബർട്ടിന് അവൾ വിശദീകരിച്ചും കൊടുത്തു. ഇക്കാര്യം മുറാദിനെയും മനസ്സിലാക്കിക്കണം എന്നതാണ് എന്റെ ലക്ഷ്യം എന്നും അവൾ പറഞ്ഞു. അടുത്ത ദിവസം അവൾ മുറാദിനെ കാണാൻ റെസ്റ്റോറന്റിലെത്തി. മുറാദിന്റെ ഫാമിലിയെ കാണണമെന്ന കാര്യം അറിയിച്ചു. അങ്ങനെ അന്ന് വൈകിട്ട് മുറാദിന്റെ ഫാമിലിയെ കാണാൻ ഡിയേഗോ ചെന്നു. പക്ഷെ ആ സമയം അവിടെ എലീസും ഉണ്ടായിരുന്നു. അതവളെ ഒന്ന് ഞെട്ടിച്ചിരുന്നു. അവിടെ എല്ലാവരും സംസാരിച്ചത് വെഡ്ഡിംഗ് പ്രിപ്പറേഷനെ പറ്റിയും മറ്റുമായിരുന്നു. ഡിയേഗോക്ക് സന്തോഷിക്കാനോ അവർക്ക് മുമ്പിൽ ചിരിക്കാനോ സാധിച്ചില്ല. വല്ലാത്തൊരു ദുഃഖഭാരം അവളെ പിടികൂടിയിരിക്കുന്നു. വിളമ്പുന്നതിനിടയിൽ അബദ്ധത്തിൽ മുറാദിന്റെ ദേഹത്തേക്ക് അവളുടെ കയ്യിൽ നിന്നൊരു ഡ്രിങ്ക് മറിഞ്ഞു വീഴുക പോലും ചെയ്തു. എന്തായാലും അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. എന്ത് ചെയ്യണമെന്ന് ഡിയേഗോക്കൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൽബർട്ടിനെ വിളിച്ച് മനസ്സിൽ തോന്നിയതൊക്കെ അവൾ സംസാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പിരിയാനുണ്ടായ യഥാർത്ഥ കാരണം അവനോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നത് അവൾ പറഞ്ഞു. അന്ന് രാത്രിയിൽ മുറാദ് അവൾ താമസിക്കുന്നിടത്ത് വന്നു. അവരെന്ന് സംസാരിക്കാൻ തുടങ്ങി. ഈ വിവാഹത്തെപ്പറ്റി ഒന്നുകൂടി നീ ആലോചിക്കുന്നത് നല്ലതാണ്. മുമ്പ് എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു മുറാദ് ഉണ്ടായിരുന്നു, അതിൽ നിന്നും നീ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ഡിയേഗോ പറഞ്ഞപ്പോ അവൻ മറുപടി പറഞ്ഞു, ശരിയാണ്, മനുഷ്യന്മാരാകുമ്പോ മാറ്റമുണ്ടാവുമല്ലോ. നീ വിട്ടിട്ട് പോയ ആ മുറാദായി എനിക്കിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മുറാദിനോട് അടുപ്പം കാണിക്കാനും അടുത്തു ചെല്ലാനുമൊക്കെ അവൾ ശ്രമിച്ചെങ്കിലും അവൾക്കന്നതിന് സാധിച്ചില്ല. അവനന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു എലീസ് അങ്ങോട്ടേക്ക് കയറി വന്നത്. മുറാദിനെ ആ വീട്ടിൽ കണ്ട് എലീസിന്റെ മുഖമൊന്നു മാറിയിരുന്നു. മുറാദ് പറഞ്ഞു, വീട്ടിൽ കുറച്ച് റിപ്പയർ വർക്ക് വന്നു, അതൊന്ന് നോക്കാൻ വേണ്ടി ഞാൻ വന്നതാ. എന്തായാലും എലീസ് അത് വിശ്വസിക്കുകയും ചെയ്തു. പിന്നാലെ ഡിയേഗോ മുറിയിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് അവൾക്കൊരു തളർച്ച അനുഭവപ്പെട്ടത്. ബാലൻസ് തെറ്റുന്ന പോലെ, കാലിനൊരു വയ്യായിക പോലെ. എന്തായാലും കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോയി. അടുത്ത ദിവസം മുറാദിന്റെ കുക്കിംഗ് കോമ്പറ്റീഷനിലെ ഒരു നിർണായക ദിവസമായിരുന്നു. മുറാദ് ആ ഘട്ടവും കടന്ന് ഫൈനലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവനെ അഭിനന്ദിക്കാൻ വേണ്ടി ഡിയേഗോ അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അതിനോടകം
എലീസ് അവിടെ ഉണ്ടായിരുന്നു. എലീസ് അവനെ അഭിനന്ദിക്കുകയാണ്. മാറി നിന്ന് അവളത് നോക്കിക്കണ്ടു. അവർ സന്തോഷത്തിലാണ്. മുറാദിന്റെ ലൈഫിൽ ഇനി തനിക്കൊരു സ്ഥാനം പോലുമില്ല. അവൾ പതിയെയാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അന്ന് ആൽബർട്ടിനെ വിളിച്ച് അവൾ സംസാരിച്ചു. ഇനിയും ഞാനിവിടെ തുടരുന്നതിൽ കാര്യമില്ല. ഞാൻ ഇസ്മിറിലേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചു. പെട്ടെന്ന് അവൾക്ക് വീണ്ടും ബാലൻസ് പോകുന്ന പോലെ തോന്നി. പിന്നാലെയാണ് മുറാദിന്റെ കോൾ വരുന്നത്. ഫ്രണ്ട്സ് ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നും അങ്ങോട്ടേക്ക് വരണമെന്നും അവൻ പറഞ്ഞു. അവളുടെ ബോയ്ഫ്രണ്ടിനെയും കൂട്ടത്തിൽ കൂട്ടിക്കോ എന്ന് മുറാദ് കൂട്ടിച്ചേർത്തിരുന്നു. ഏത് ബോയ്ഫ്രണ്ടിനെ വിളിക്കാൻ? ഒടുവിൽ മറ്റു വഴികളില്ലാതെ ആൽബർട്ടിനെ തന്റെ ബോയ്ഫ്രണ്ടായി അഭിനയിക്കാൻ വേണ്ടി അവൾ വിളിച്ചു വരുത്തി. അങ്ങനെ പാർട്ടിയിലേക്ക് ആൽബർട്ടുമായി ഡിയേഗോ കടന്നു വന്നു. അത് കണ്ടതും മുറാദിന് വല്ലാത്തൊരു അസൂയയും മറ്റും തോന്നുന്നുണ്ടായിരുന്നു. കാര്യം നേരത്തെ ബോയ്ഫ്രണ്ട് ഉണ്ട് എന്നവൾ പറഞ്ഞിരുന്നെങ്കിലും അവളത് തന്നോട് നുണ പറയുന്നതാണ് എന്നായിരുന്നു അവൻ കരുതിയിരുന്നത്. ഇതിപ്പോ ബോയ്ഫ്രണ്ടുമായിട്ടാണല്ലോ അവൾ വന്നിരിക്കുന്നത്. അവനാകെ വല്ലാതായി. പിന്നാലെ അവരുടെ ഫേവറേറ്റ് സോങ് അവിടെ പ്ലേ ചെയ്തപ്പോ അവളുമായി മുറാദ് ഡാൻസ് കളിക്കാൻ ഒരുങ്ങി. പക്ഷേ ഡാൻസ് കുറച്ച് പിന്നിട്ടതും എലീസ് അങ്ങോട്ടേക്ക് വന്നു. അതോടെ അവളെ വിട്ട് എലീസിനൊപ്പം മുറാദ് ഡാൻസ് തുടർന്നു. ഡിയേഗോക്ക് അത് വലിയ വിഷമമുണ്ടാക്കിയിരുന്നു. പിന്നാലെ ഇസ്മറിലേക്ക് മടങ്ങിപ്പോവാൻ തന്നെ അവൾ തീരുമാനിച്ചു. മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്റെ ഒപ്പം ഒരിടത്തേക്ക് വരാൻ പറഞ്ഞ് മുറാദ് അവളെ ചെന്ന് കണ്ടു. അവളുമായി ഒരു കഫയിലേക്കായിരുന്നു അവൻ പോയത്. പണ്ടെപ്പോഴും അവർ ഹാങ് ഔട്ട് ചെയ്തിരുന്ന അതേ കഫയിൽ തന്നെ. അവർ അങ്ങോട്ടേക്ക് കയറിയപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് ഓപ്പൺ ആകുന്നു. 5 കൊല്ലം മുമ്പ് അവർ പിരിഞ്ഞിരുന്നല്ലോ. അന്ന് പിരിയുന്നതിന്റെ മുമ്പ് മുറാദ് അവളെ പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷെ ആ പ്രപ്പോസൽ അവൾ സ്വീകരിച്ചില്ല. പിന്നാലെയായിരുന്നു പിരിയുന്ന കാര്യം പറഞ്ഞതും. അവരങ്ങനെ അവിടെ എത്തി. അവിടെ അവരുടെ ആ പഴയ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. മുറാദാണ് വാക്ക് മൊത്തത്തിൽ തെറ്റിച്ചത്. മുറാദിനിപ്പോ മറ്റൊരു സ്ത്രീ അവന്റെ ലൈഫിലുണ്ട് എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ മുറാദ് ആൽബർട്ടിന്റെ കാര്യം ചോദ്യം ചെയ്തു. അവളുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തി. അപ്പോൾ മാത്രമായിരുന്നു ആൽബർട്ടിന്റെ കാര്യം അവൾ കളവ് പറഞ്ഞതാണ് എന്ന് മുറാദ് മനസ്സിലാക്കുന്നത്. പിന്നാലെ മുറാദ് അവൾക്കൊരു വെഡിങ് ഇൻവിറ്റേഷൻ കൊടുത്തു. തന്നെ വേദനിപ്പിക്കാനാണ് മുറാദ് അത് ചെയ്യുന്നത് എന്നായിരുന്നു അവൾ ആദ്യം കരുതിയത്. ഒടുവിൽ അവൾ ആ വെഡിങ് ഇൻവിറ്റേഷൻ നോക്കിയപ്പോ അതിലെ പേരുകൾ കണ്ട് ഞെട്ടി. അവളുടെയും മുറാദിന്റെയും പേരുകൾ. അവർ വിവാഹിതരാകുന്നു എന്ന വെഡിങ് കാർഡ്. വിവാഹ ദിവസമാകട്ടെ മുറാദിന്റെയും മെലീസിന്റെയും വിവാഹം നടക്കും എന്ന് പറഞ്ഞിരുന്ന അതേ ദിവസം. പിന്നാലെയാണ് മുറാദ് കാര്യങ്ങൾ അവളോട് പറയുന്നത്. എലീസ് അവന്റെ സുഹൃത്തിന്റെ സഹോദരിയാണ്. അവളെയൊന്ന് കൺഫ്യൂസ്ഡ് ആക്കാനും താൻ അവളുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആണ്, അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന കാര്യം അവളെ തന്നെ മനസ്സിലാക്കിക്കാനും വേണ്ടി അവനൊരുക്കിയൊരു നാടകമായിരുന്നു അത്. അവളുടെ സ്നേഹം സത്യമാണോ എന്നുകൂടി അവൻ ഉറപ്പിക്കണമായിരുന്നു. ഇപ്പോൾ അവൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ വീടുണ്ടല്ലോ, അതുപോലും അവൻ അവൾക്കു വേണ്ടി മേടിച്ചതാണ്. വിവാഹശേഷം അവർക്കൊന്നിച്ചു ജീവിക്കാൻ കഴിഞ്ഞ 5 കൊല്ലമായി അവളെയോർത്ത് അവളെ കാത്തിരിക്കുകയാണ് അവൻ. അതൊക്കെ കേട്ടതും ഡിയേഗോ ആകെ അത്ഭുതപ്പെട്ടു. ഡിയേഗോക്ക് ദേഷ്യവും സങ്കടവും സന്തോഷവും ഒക്കെയും വന്നു. ഒടുവിൽ വിവാഹത്തിന് അവൾ സമ്മതിച്ചു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായി. പക്ഷെ അന്ന് വൈകുന്നേരം കുളിക്കുമ്പോ ഡിയേഗോക്ക് ബാലൻസ് നഷ്ടപ്പെട്ടു. അവൾ താഴെ വീണു. അവൾ പിന്നാലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. റിസൾട്ട് കണ്ട് അവൾ ഞെട്ടിയിരുന്നു. അവൾ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു. അവൾക്കൊരു മാരകമായ രോഗമുണ്ട്. സമയം കടന്നുപോകുന്തോറും ഏറെ മോശമാകുന്ന ഒന്ന്. 5 കൊല്ലം മുമ്പ് ആ രോഗത്തിന്റെ സൂചന അവൾ നോക്കിക്കണ്ടതാണ്. അതുകൊണ്ടായിരുന്നു അവൾ മുറാദിനെ വിട്ടുപോയതും. മുറാദിന്റെ ലൈഫിൽ താനൊരു ഭാരമാവരുതെന്ന് കരുതി. പിന്നീട് ആ രോഗത്തിന്റെ ഒരു ലക്ഷണവും കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി കണ്ടില്ല. പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയായിരുന്നു മുറാദിനടുത്തേക്ക് അവൾ തിരികെ എത്തിയത്. ഇപ്പോൾ ഇതാ ജീവിതം വീണ്ടും പരീക്ഷിക്കുന്നു. ഒടുവിൽ അവൾ തീരുമാനിച്ചു. മുറാദിനെ വിട്ട് അവൾ ഇസ്മിറിലേക്ക് പോകുന്നു. അവൾ മുറാദിനെ നേരിട്ട് കാണാൻ വേണ്ടി വിളിച്ചു. മുറാദ് എത്തിയപ്പോ അവളുടെ കയ്യിൽ ട്രാവൽ ബാഗ് ഉണ്ട്. അത് കണ്ട് തന്നെ അവൻ വല്ലാതായിരുന്നു. പിന്നാലെ കാര്യങ്ങൾ അവൾ അവനോട് പറഞ്ഞു. നമുക്ക് സെപ്പറേറ്റ് ആവാം. ഈ വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇസ്മിറിലേക്ക് പോവുകയാണ്. മുറാദ് ആദ്യം അവൾ തമാശ പറയുന്നെന്നായിരുന്നു കരുതിയത്. പക്ഷേ അവൾ എൻഗേജ്മെന്റ് റിംഗ് അടക്കം തിരികെ കൊടുത്തപ്പോ അവനാകെ വല്ലാതായി. പഴയ കാര്യങ്ങളടക്കം ഓർത്തു. അവളോട് അവൻ അന്നൊരുപാട് ദേഷ്യപ്പെട്ടു. ഒരു തവണ വേദനിപ്പിച്ചവൾ കടന്നുപോയതാണ്. ഇപ്പോൾ അവൾ വീണ്ടും അത് തന്നെ ചെയ്യുന്നു. കൂടുതൽ ആഴത്തിൽ മുറിവുണ്ടാക്കുന്നു. നീ വളരെയധികം സെൽഫിഷ് ആണെന്നും ഇതിനുള്ള പണിഷ്മെന്റായി എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും എന്നും പറഞ്ഞിട്ടായിരുന്നു മുറാദ് അന്ന് അവിടെ നിന്ന് പോയത്. ഡിയേഗോ ആകെ തകർന്നുപോയിരുന്നു. തന്റെ അവസ്ഥ മുറാദിനോട് വിശദീകരിക്കാനും വയ്യ. അവൾ വേദനയോടെ അവിടെ നിന്ന് പോന്നു. പിന്നീട് ഏകദേശം 1 മാസക്കാലം കടന്നുപോയി. മുറാദ് ആകെ തകർന്നുപോയിരുന്നു. ജീവിതത്തിൽ ഒരു താളമില്ലാത്ത പോലെ. പക്ഷെ ഒരു ദിവസം മുറാദ് അവരുടെ പഴയ ഷോപ്പിൽ പോയി. അന്നാണ് അവനൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഡിയേഗോ ഒരിക്കലും മുറാദ് ചിന്തിച്ചിരുന്ന പോലെ മുറാദിനെ മറന്നിരുന്നേയില്ല. ആ ഷോപ്പിലേക്ക് മുറാദ് വരുമെന്ന പ്രതീക്ഷയിൽ ഓരോ കൊല്ലവും അവൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും ഒപ്പം ഒരു കത്തുമയക്കുമായിരുന്നു. ഓരോ കൊല്ലവും കൂടിയുള്ള പാംഫ്ലെറ്റിൽ ഒരു വാക്കുമുണ്ടാകും. അന്ന് അതങ്ങനെ കിട്ടിയപ്പോ വളരെ യാദൃച്ഛികമായി ആ
ആ പാംഫ്ലെറ്റുകൾ കൂടിക്കിടക്കുന്നത് അവൻ കണ്ടു. അതിലെ ഓരോ വാക്കുകളും ചേർത്ത് വായിച്ചപ്പോ എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നായിരുന്നു അവൾ അയച്ചത് എന്ന് മുറാദ് മനസ്സിലാക്കി. പിന്നെ എന്തിനവൾ അങ്ങനെ പോകണം? എന്തൊക്കെയോ സംശയങ്ങൾ മുറാദിന് തോന്നുകയാണ്. അതോടെ അവളെ അന്വേഷിച്ച് ഇസ്മീറിൽ പോകാൻ മുറാദ് തീരുമാനിച്ചു. അങ്ങനെ അവളുടെ ഇസ്മീറിലെ ഷോപ്പിലേക്ക് മുറാദ് എത്തി. ആൽബർട്ട് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മുറാദിനോട് അവളെ വിട്ടുനിൽക്കാൻ ആൽബർട്ട് പറഞ്ഞെങ്കിലും അവിടെ ഒരു വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നു. ഒടുവിൽ അവൾ എവിടെയാണെന്ന സത്യം മുറാദിനോട് ആൽബർട്ട് വെളിപ്പെടുത്തി. മുറാദ് അങ്ങോട്ടേക്ക് ചെന്നു. രോഗാവസ്ഥയിലുള്ള സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്ന തന്റെ പ്രീതമയെ കണ്ട് അവന്റെ മനസ്സ് തകർന്നു പോയിരുന്നു. ഏറ്റവും ഒടുവിൽ ഉള്ള സത്യങ്ങളൊക്കെ മുറാദിനോട് അവൾ വെളിപ്പെടുത്തി. അവൾക്ക് വന്നുപെട്ടിരിക്കുന്നത് ഒരു പാരമ്പര്യ രോഗമായിരുന്നു. അവളുടെ അമ്മയ്ക്കും അതേ രോഗമായിരുന്നു ഉണ്ടായിരുന്നത്. ശരീരം പതിയെ പതിയെ തളർന്നു തുടങ്ങും. ആദ്യം കാലാണ് തളരുക, പിന്നീട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായി തളർന്ന് കണ്ണുകൾ മാത്രം ചലിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തും. അവൾ പൂർണ്ണമായും പാരലൈസ്ഡ് ആകും. അങ്ങനെയുള്ള തന്റെ അമ്മയെ അച്ഛൻ നോക്കാൻ കഷ്ടപ്പെടുന്നത് അവൾ ഒരുപാട് നോക്കിക്കണ്ടിട്ടുള്ളതാണ്. മുറാദ് പ്രപ്പോസ് ചെയ്യുന്ന ആ ദിവസത്തിന്റെ തൊട്ടു മുമ്പായിരുന്നു തനിക്കും ആ അസുഖം പകർന്നു കിട്ടിയിരിക്കുന്നു എന്ന കാര്യം അവൾ മനസ്സിലാക്കിയത്. താൻ കാരണം തന്റെ അച്ഛൻ അനുഭവിച്ച പോലൊരു അവസ്ഥ മുറാദിന് വരരുത് എന്ന് ചിന്തിച്ചാണ് മുറാദിനെ വിട്ടുപോവാൻ അവൾ തീരുമാനിച്ചത്. പക്ഷെ പിന്നീട് 5 കൊല്ലത്തേക്ക് ആ അസുഖത്തിന്റെ ഒരു ലക്ഷണവും വന്നില്ല. തനിക്ക് ചിലപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച അവൾ മുറാദിനടുത്തേക്ക് മടങ്ങിയെത്തി. എന്നിരുന്നാലും ജീവിതം വീണ്ടും അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒക്കെ കേട്ടതും മുറാദാകെ തകർന്നു പോയിരുന്നു. എങ്ങനെ അവളെ ആശ്വസിപ്പിക്കണമെന്നോ സ്വയം ആശ്വസിക്കണമെന്നോ അറിയാത്ത അവസ്ഥ. അവൻ അലറിക്കരഞ്ഞു, ഒരുപാട് വിഷമിച്ചു. പക്ഷേ അവൾ പറഞ്ഞ പോലെ അവളെ വിട്ടുപോവാൻ മാത്രം അവൻ ഒരുക്കമായിരുന്നില്ല. അവൾക്ക് പൂർണ്ണ സപ്പോർട്ടായി അവൻ കൂടെ നിന്നു. അവൻ ഭക്ഷണം പാകം ചെയ്തു ആൽബർട്ടിന്റെ കയ്യിൽ അവൾക്ക് കൊടുത്തയച്ചു. അവളുടെ കൂട്ടത്തിലുള്ള ഓരോ ചെറിയ നിമിഷവും അവൻ ആസ്വദിച്ചു. ഒടുവിൽ അവന്റെ ഷെഫ് കോമ്പറ്റീഷന്റെ ഫൈനൽ നടക്കുകയായിരുന്നു. മുറാദ് വല്ലാത്ത ഡിസ്ട്രാക്റ്റഡ് ആണ് എന്ന് ആൽബർട്ട് നോക്കിക്കണ്ടു. ആൽബർട്ടിന്റെ അടുത്ത് ഡിയേഗോയും ഉണ്ട്. നമുക്കങ്ങോട്ടേക്ക് പോയാലോ? നിന്നെ കണ്ടാൽ അവനൊരു ഉണർവുണ്ടാകും എന്ന് ആൽബർട്ട് പറഞ്ഞപ്പോ ആദ്യമൊന്നും മടിച്ചെങ്കിലും ഡിയേഗോ അതിനെ സമ്മതിച്ചു. അങ്ങനെ കാണികൾക്കിടയിലേക്ക് അവൾ എത്തപ്പെട്ടു. മുറാദ് ഭക്ഷണമുണ്ടാക്കി. അവളെ കണ്ടതും അതുമായി അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾക്കതിൽ നിന്നൊരു കഷ്ണം കൊടുത്തു. പിന്നാലെ അവിടെ വെച്ച് തന്നെ പരസ്യമായി അവളെ പ്രപ്പോസ് ചെയ്തു. ഡിയേഗോക്ക് കണ്ണുകൾ നിറഞ്ഞിരുന്നു. വേദന നിറഞ്ഞ സന്തോഷത്തോടെ അവൾ ആ പ്രപ്പോസൽ സ്വീകരിച്ചു. ഡിയേഗോയുടെ രോഗം എന്താണെങ്കിലും അവളുടെ കൂടെ നിൽക്കാൻ മുറാദ് തീരുമാനിച്ചിരുന്നു. അവരുടെ പാതകൾ ഒരുപക്ഷെ ഒരുപാട് ചലഞ്ചുകൾ നിറഞ്ഞതാകാം. പക്ഷെ അവളോടുള്ള തന്റെ സ്നേഹം ഒരിക്കലും ഇല്ലാതാവാൻ പോകുന്നില്ല എന്ന് മുറാദ് മനസ്സിലാക്കി. ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കും എന്നൊരു വിശ്വാസവും മുറാദിനുണ്ടായിരുന്നു. വൈകാതെ മുറാദിന്റെയും ഡിയേഗോയുടെയും വിവാഹം നടന്നു. സന്തോഷത്തോടെ മുമ്പോട്ടേക്ക് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.